ഞാൻ ഉത്തരം ചെയ്യും. ത്വാഹ റസൂലുള്ളാഹി, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ശിർക്ക് പ്രവർത്തിച്ചോ? എന്റെ ചോദ്യം വളരെ ഉഷാറായിട്ടുണ്ട്. നമ്മൾ സ്വഹാബത്ത് മനസ്സിലാക്കിയോ? 1000 ചോദിച്ചു, 10,000 അല്ല, ലക്ഷം തന്നെ വന്നു. പ്രവാചകൻ മനസ്സിലാക്കി, ചോദിച്ചു. എന്താ ചോദിച്ചു? തുമ്മലയിൻ ഖാമാല ഖബരി ഫഖാല യാ മുഹമ്മദ് ലൗ ജീവന്നഹു ഫീഹി ഇല്ലതാനി. ഏയ് പെട്ടുകിട വണ്ടി ഫീഹി ഇല്ലതാനിയിൽ കുടുങ്ങി. ഇങ്ങോട്ട് വരി, നിങ്ങളെ മുഴുവൻ അടപ്പൂരിച്ച് കൈത്തരം പോണ്. അതുകൊണ്ട് പറഞ്ഞേ മതിയാകുള്ളൂ. കുഞ്ഞീത് മദനി പഠിപ്പിച്ച ആദർശപ്രകാരം മൂസാ നബി അലൈഹി സ്വലാമിന്റെ വിളി ശിർക്കാണോ തൗഹീദാണോ? പഠിപ്പിച്ചു കൊടുക്കുക ജനങ്ങൾക്ക്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാം അവിടുത്തെ വിളി ശിർക്കാണോ തൗഹീദാണോ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തേ വിടുള്ളൂ. യൗമൽ ഖിയാമ ഉണ്ടില്ല കേട്ടടാ. അപ്പോ മൂപ്പര ഭാഷ പറഞ്ഞാലിപ്പോ ഉമർ റളിയല്ലാഹു തന്നെ ഒരു പേപ്പത്തിന് മുസ്ലിംകുട്ടിയാ, പാവം. ദർസിലൊക്കെ അങ്ങനെ പറഞ്ഞ ചൊറിഞ്ഞു മാന്തി ഇങ്ങനെ ദഞ്ചാനൊക്കെ ഓതി പഠിച്ച് ഒരു ഇവരല്ലാത്ത കുല്ലി എന്താണെന്നറിയില്ല, ജുസി എന്താണെന്നറിയില്ല, മൂജബ കുല്ലി അറിയില്ല, സാലിബ കുല്ലി അറിയില്ല, ഒന്നും അറിയില്ല, പാവം. പേപ്പത്തിന് മുസ്ലിംകുട്ടി. സഹോദരൻ, ഞാൻ പറഞ്ഞല്ല, ഇന്നമാ തൻഖുദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയത. ജാഹിലിയത്ത് അറിയാത്തവൻ ഉണ്ടാവും, അതേപോലെ ഉണ്ടാവുന്നു കേട്ടോ. ദീർഘഭീഷണ കൊണ്ട് പറഞ്ഞതാ, വെറുതെ പറഞ്ഞാൽ. എന്റെ മേത്ത് കുതിരാറില്ല. ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ടോ അല്ലേ? ഇല്ലെങ്കിൽ ഞങ്ങൾ പറയും. എന്നിട്ട് നിങ്ങളെ പോയിട്ട് മുസ്ലിം കുട്ടിയാക്കിക്ക ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ. അതൊക്കെ അവിടെ പോക്കറ്റിൽ വെച്ചോളാം, അവിടെ വില പോവില്ല കേട്ടോ. മക്കത്തെ മുസ്ലിങ്ങൾ പറയുമ്പോൾ വല്ലാത്ത ബേജാറാ. ശിർക്കെന്താ കുഫറെന്താ നിങ്ങൾ മനസ്സിലാക്കിയില്ല. എപ്പോഴാ ഒരു കാര്യം ശിർക്കാകാ, എപ്പോഴാ ശിർക്ക് വരിക, അത് മനസ്സിലാക്കണം. മക്കത്തെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതിനാണ് തൊബരി ഞാൻ വായിച്ചത്. തൊബരി പറഞ്ഞെന്താ അറിയോ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ? എഴുതി വെച്ചോണെങ്കിൽ വലൈസ അഹദുൻ യുശ്രികു ബിഹി ഇല്ലാ വഹുവ മുഅ്മിനുൻ ബിഹി. അർത്ഥം നിങ്ങൾക്ക് എന്താ പറഞ്ഞതറിയോ? വലൈസ അഹദുൻ, ഒരാളും ഇല്ല, യുശ്രികു ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവനായി ഒരാളും ഇല്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ വഹുവ മുഅ്മിനുൻ ബിഹി, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടല്ലാതെ. അള്ളാഹുവിൽ വിശ്വാസമാണ് സഹോദരൻ. ശിർക്ക് വരണമെങ്കിൽ, ശിർക്കില്ലാതെ ഒരാൾ ശിർക്ക് ചെയ്യുമെന്ന് പറയണമെങ്കിൽ വിശ്വാസം ഉണ്ടാണ്. വിശ്വാസത്തിലേക്ക് ശിർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവരെ കാഫിർ എന്ന നിരീശ്വരവാദി എന്നാ പറയാം. അതുകൂടി മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാതെ പോയല്ലോ നിങ്ങൾക്ക്. മാത്രമല്ല അദ്ദേഹം വീണ്ടും പറഞ്ഞെന്താ? വലൈസ അഹദുൻ യഅ്ബുദു മഅല്ലാഹി ഗൈറഹു ഇല്ലാ വഹുവ മുഅ്മിനുൻ ബിഹി ഇല്ലാ വഹുവ മുഅ്മിനുൻ ബില്ലാഹി. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരുത്തനും അള്ളാഹുവിനോട് കൂടെ മഅല്ലാ, നിങ്ങൾ അള്ളാഹിനെ വിട്ടിട്ടുന്നല്ലേ, മഅല്ലാ യഅ്ബുദു മഅല്ലാഹി, അള്ളാഹുവിനോട് കൂടെ അള്ളാഹു അല്ലാത്തവരെ ഒരാൾ ആരാധിക്കുകയില്ല, ഇല്ല വഹുവ മുഅ്മിനുൻ ബില്ലാഹി, അള്ളാഹ് വിശ്വാസം ഉണ്ടായിക്കൊണ്ടല്ലാതേടാ. അപ്പൊ മക്കത്തെ മുസ്ലിങ്ങളുടെ വിശ്വാസം പറയുമ്പോൾ വല്ലാത്ത ബേജാറാ നിങ്ങൾക്ക്. അത് ഉണ്ടാകണം, അത് ഉണ്ടാവും നിങ്ങൾക്ക്. കാരണം എന്താ? എന്നാലേ നിങ്ങളെ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ അല്ലേ? അപ്പൊ മക്കത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ? സുമ്മലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ല ഉജീബന്നഹു. ഇവിടെ ഒരു കാര്യം ഞാൻ അഡീഷണൽ ആയിട്ട് നിങ്ങളോട് പറയാം. നിങ്ങൾ എന്ത് തെളിവ് ഇവിടെ കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് ചോദ്യം ചോദിച്ചാൽ എന്താ അറിയോ, നിങ്ങൾ ഉണർത്താനുള്ള എന്താണെന്നറിയോ? ഇതൊക്കെ അല്ല, നിങ്ങൾ തൊള്ള വേണ്ട. ഇവിടെ ഈ ഹദീസിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് എന്റെ വിശദീകരണം പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ വിശദീകരിക്കുകയും ചെയ്യും. ഒരു കാര്യങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ ചോദിച്ചതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റാഇനാ വഖൂലു ഉൻദുർനാ വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം എന്ന് പറയുന്ന ഈ ആയത്തിനെ പറ്റി ഞാൻ എന്റെ ചോദ്യത്തിന്റെ അവസരം ചോദിച്ചതുപോലെ തന്നെ മർക്കസ് സഖാഫത്ത് സുന്നിയിൽ ഇറങ്ങിയ സാരല്ലപ്പത് ആണോ? നിങ്ങൾക്ക് വാദമില്ലല്ലോ. അതിനാ ചോദിച്ചു, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രഥമ അവിടുത്തെ ഓഡിയൻസ് ആയിട്ടുള്ള ആ സ്വഹാബത്ത് എന്താ മനസ്സിലാക്കി ഞാൻ ചോദിച്ചത്. അതേപോലെ അനസയ്യിദ് ഉൽദിയാദം, ഇതൊന്നും കാണാതെയാണോ ഈ ഇമാമിങ്ങളൊക്കെ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താൻ പാടില്ല എന്ന് ഇവിടെ എത്ര കിതാബുകൾ ഞാൻ വായിച്ചു? തൊടാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒരു വാദം നിങ്ങൾ ഉണ്ടാക്കിയ വാദമാണ്. പണ്ഡിതന്മാരുടെ മേലിൽ കുതിര കയറുകയും അവിടുത്തെ കിതാബുകളുടെ വാർത്തകളെ വളച്ചൊടിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും അതിൽ അഴിഞ്ഞാട്ടം നടത്തരുത് നിർത്തിക്കും. അങ്ങ് ഇവിടെ വിലപ്പോകില്ല, അതൊന്നും കേട്ടോ, നടക്കൂലത്. ഒരു കാലത്ത് നിങ്ങൾ അതൊക്കെ ചെയ്തിരുന്നു. സലഫികൾ ഇങ്ങനെ രംഗത്തിറങ്ങിയപ്പോ അതൊക്കെ പോയി. കഴിയൂല നിങ്ങൾക്ക്. സലഫികൾ എന്ന് പറഞ്ഞാൽ പേടി ഞങ്ങൾക്ക്. കാരണം എന്താ? കിതാബിയായിട്ട് പരിശോധിച്ച് നിങ്ങളുടെ സകല കള്ളത്തരം കൊണ്ടുവന്നത് ഇവിടെ മുജാഹിദീങ്ങളാ. അതുകൊണ്ട് അതൊന്നും ഇവിടെ വിലപ്പോകൂല. ഇവിടെ സുമ്മല ഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ല ഉജീബന്നഹു. നിങ്ങളെ ഒന്നായിട്ടിരിക്കുമ്പോ നൗഷാദ് ഹസന് കാട്ടിയ തട്ടിപ്പൊക്കെ മനസ്സിലാവുണ്ടാവും അല്ലേ? എന്താ പറഞ്ഞത്? സുമ്മ പോലും കട്ടി. എന്നാ സുമ്മ കട്ടത്? ലൈൻ ഖാമ. ലൈൻ ഖാമക്ക് എത്ര അർത്ഥം വെച്ചോ? അവന് എത്ര അർത്ഥം വെച്ചോ അദ്ദേഹം? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ഹദീസിന്റെ പോസ്റ്റെടുത്ത് വായിച്ചിട്ട് പ്രവാചകന്മാർ ഇതൊക്കെ ഞങ്ങൾ ചെയ്യും.
ഇരിക്കട്ടെ, ആര് ചെയ്തു എന്നാ പറഞ്ഞത്? ലൈൻ കാമാന്ന് പറഞ്ഞ അർത്ഥം വെച്ചെന്താ? ആരെങ്കിലും എന്റെ കബറിന് വന്നെന്നെ വിളിച്ചാൽ, നിങ്ങൾ വന്നെന്നെ വിളിച്ചാൽ, എന്തൊക്കെ അർത്ഥങ്ങൾ വെച്ചാൽ അങ്ങനെ അർത്ഥം. ലൈൻ കാമ പറഞ്ഞ ലൈൻ കാമാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഫായിലിന് ആദ്യം പറഞ്ഞിട്ടുണ്ടാവില്ല സഹോദരൻ. അതുകൊണ്ട്